മുകളിൽ വേരോടും കീഴിൽ ശാഖകളോടും കൂടിയ അരയാലായി പ്രപഞ്ചത്തെ ഋഷികൾ വർണ്ണിച്ചിട്ടുണ്ട്. ആ അരയാലിൻ്റെ ഇലകൾ മാത്രമാണ് വേദങ്ങൾ. ത്രിഗുണങ്ങളിലൂടെ അത് പടർന്നു പന്തലിക്കുന്നു. വിഷയങ്ങളുടെ തളിരുകൾ മുളച്ചുകൊണ്ടിരിക്കുന്നു. ഈ അരയാലിൻ്റെ ഉദ്ഭവമോ അവസാനമോ ആർക്കും അറിയില്ല. നിസ്സംഗമെന്ന ആയുധത്താൽ മാത്രമേ ഇതിനെ മുറിക്കാനാവൂ. കർമ്മം ആരംഭിക്കുവാൻ കാരണമായ സത്യത്തെ ആശ്രയിച്ചാൽ മാത്രമേ അത് സാധ്യമാകൂ. അഹംഭാവത്തെയും സംഘദോഷത്തെയും ജയിച്ചവർക്ക് മാത്രമേ സത്യവും നിത്യവുമായ സ്ഥാനത്തെത്തിച്ചേരാനാകൂ. സൂര്യനോ ചന്ദ്രനോ അഗ്നിക്കോ പ്രകാശിപ്പിക്കാനാവാത്ത ആ സ്ഥാനത്താണ് എൻ്റെ പരമസ്വരൂപം. ജീവലോകത്തിൻ്റെ പ്രാണനായ എൻ്റെ തന്നെ ഭാഗമാകുന്ന ജീവാത്മാവ് മനസ്സുൾപ്പെടെയുള്ള 6 ഇന്ദ്രിയങ്ങളെയും ആകർഷിച്ചു നയിക്കുന്നു. ഏതു ശരീരത്തെ പ്രാപിക്കുമ്പോഴും വിട്ടുപോകുമ്പോഴും കാറ്റ് പുഷ്പങ്ങളിൽ നിന്നും ഗന്ധം കൊണ്ടുപോകുന്ന പോലെ ജീവൻ 6 ഇന്ദ്രിയങ്ങളെയും കൊണ്ടുപോകുന്നു. അവയെ ആശ്രയിച്ച് വിഷയങ്ങളെ സേവിക്കുന്നു. വിഷയങ്ങൾ സത്യമെന്ന് കരുതുന്ന മൂഢന്മാർ ജീവനെ തിരിച്ചറിയുന്നില്ല. ജ്ഞാനികൾ അതിനെ വേർതിരിച്ച് കാണുന്നു. പ്രപഞ്ചത്തെ പ്രകാശിപ്പിക്കുന്ന സൂര്യ തേജസ്സും ചന്ദ്ര തേജസ്സും അഗ്നി തേജസ്സും എല്ലാം എൻ്റെ തന്നെ അംശങ്ങളാണ്. എൻ്റെ അംശം തന്നെയാണ് ചന്ദ്രപ്രകാശമായി സസ്യവർഗങ്ങളെ പോഷിപ്പിക്കുന്നത്. ജീവശരീരത്തിൽ ജഠരാഗ്നിയായി മാറി പ്രാണൻ, അപാനൻ എന്നീ വായുക്കളോട് ചേർന്ന് അന്നത്തെ ദഹിപ്പിക്കുന്നതും എൻ്റെ അംശം തന്നെയാണ്. ജീവികളുടെ ഓർക്കുവാനും ഓർക്കാതിരിക്കുവാനുമുള്ള ശക്തിയും ജ്ഞാനശക്തിയും എന്നിലൂടെ ലഭിക്കുന്നു. വേദമെന്തെന്നറിയുന്നവനും വേദങ്ങളിലൂടെ അറിയപ്പെടേണ്ടതും ഞാനാണ്. ക്ഷരവും അക്ഷരവുമായ 2 പുരുഷന്മാരെയും ഉൾക്കൊള്ളുന്ന ഈശ്വര സ്വരൂപനായ ഉത്തമ പുരുഷൻ നശിക്കാത്തവനാണ്. അതിനാൽ ഞാൻ പുരുഷോത്തമൻ എന്നറിയപ്പെടുന്നു. അങ്ങനെയുള്ള എന്നെ അനുഭവത്താലോ ബുദ്ധിയാലോ അറിയുന്നവൻ സർവഭാവങ്ങളിലൂടെയും എന്നെ ഭജിക്കുന്നു. ഇതറിയുന്ന മനുഷ്യരുടെ കർമ്മഭാരം ഒഴിയുകയും ബുദ്ധിമാനായി മാറുകയും ചെയ്യും. ഹേ അർജുന, ദേവഗണത്തിൽ ജന്മം കൊണ്ട വ്യക്തിയുടെ ഗുണങ്ങൾ ധൈര്യം, സാത്വിക ശുദ്ധി, ജ്ഞാനയോഗ താൽപ്പര്യം, ദാനശീലം, ഇന്ദ്രിയ നിഗ്രഹം, ത്യാഗശീലം, സ്വാധ്യായ ചിന്ത, തപസ്, ആർജവം, അഹിംസ, സത്യം, അക്രോധം, ത്യാഗം, ശാന്തി, പരദോഷദർശനത്തിൻ്റെ അഭാവം, കാരുണ്യം, മോഹമില്ലായ്മ, മൃദുവായ സമീപനം, മനോബലം, ക്ഷമ, ശൗചം, അന്യരെ ദ്രോഹിക്കാതിരിക്കുക, അഹങ്കാരമില്ലായ്മ എന്നിവയാണ്. പാർത്ഥ, അഹന്ത, കുലമഹിമയെക്കുറിച്ചുള്ള ദുരഭിമാനം, ധനസ്ഥാനമാനമോഹം, മുൻകോപം, പാരുഷ്യം, അജ്ഞാനം എന്നിവ ആസുരഗുണത്തിൽ ജനിച്ചവൻ്റെ ഗുണങ്ങളാണ്. ദേവഗുണങ്ങൾ മോക്ഷപാതയിലേക്കും ആസുരഗുണങ്ങൾ ഭൗതികലോക ഭ്രമങ്ങളിൽ നിബന്ധിക്കുന്നതിനും കാരണമാകുന്നു. എന്നാൽ നീ ദുഃഖിക്കേണ്ടതില്ല. ദേവകുലത്തിൽ ജനിച്ചവനാണ് നീ. ആസുരവാസനകളിൽ ജനിച്ചവർ
പ്രവൃത്തി നിവൃത്തികൾ തിരിച്ചറിയാതെ, മനഃശുദ്ധിയില്ലാതെ, സത്യം കാണാതെ കാമപൂരണമാണ് ജീവിത ലക്ഷ്യമെന്ന് കരുതുന്നു. അങ്ങനെ നഷ്ടാത്മാക്കളായും അല്പബുദ്ധിയിൽ നിന്നുണ്ടായ ഭ്രമങ്ങളാലും ജഗത്തിനാപത്തുണ്ടാക്കുന്ന ക്രൂരകൃത്യങ്ങൾ ചെയ്യുന്നു. അതൃപ്ത മനസ്സ്, സത്യബോധമില്ലായ്മ, അസാധ്യ കാര്യങ്ങൾക്കായുള്ള കർമ്മങ്ങളുടെയും അശുദ്ധവ്രതങ്ങളുടെയും ആചരണം, ആശാപാശങ്ങളാലുള്ള ബന്ധനം, ഏത് അന്യായ മാർഗത്തിലൂടെയുമുള്ള ധനസമ്പാദനവും ഇന്ദ്രിയ സുഖാസക്തിയും, ധനസമ്പാദനത്തിലും ശത്രുനിഗ്രഹത്തിലുമുള്ള അഭിമാനവും, നിരന്തരം അവയ്ക്കായുള്ള കർമ്മങ്ങളും, പ്രപഞ്ചകേന്ദ്രം ഞാൻ എന്ന അഹങ്കാര ചിന്ത, ചിത്തവിഭ്രാന്തികൾ തുടങ്ങിയവയെല്ലാം ചേർന്ന് അവരെ അവർ തന്നെ നിർമ്മിച്ച നരകത്തിൽ പതിപ്പിക്കുന്നു. ആത്മപ്രശംസ, പ്രകടനപരത, അഹന്ത, ശാസ്ത്രവിധികളെ ധിക്കരിക്കൽ, ദേഹബലം, കാമം, ക്രോധം, വിദ്വേഷം എന്നിവ നിറഞ്ഞ അസുരർ എന്നെ വെറുക്കുന്നു. ഞാനാകട്ടെ അവരെ വീണ്ടും അതേ ജന്മങ്ങളിൽ കൊണ്ടെത്തിക്കുന്നു. അവർ കൂടുതൽ കൂടുതൽ നീച ജന്മങ്ങളിൽ പതിക്കുന്നു. അത്തരം ജന്മങ്ങൾ നരകതുല്യമാണ്. എന്നെ അവരിൽ നിന്നും മറയ്ക്കുന്ന കവാടങ്ങൾ 3 വിധമുണ്ട്. കാമം, ക്രോധം, ലോഭം എന്നിവയാണവ. അതിനാൽ അവ ഉപേക്ഷിക്കണം. സത്യദർശികളുടെ ശാസ്ത്രങ്ങളെ വർജിച്ച് തോന്നുന്നത് പോലെ ജീവിക്കുന്നവർ സുഖമനുഭവിക്കുന്നില്ല. ബ്രഹ്മപ്രാപ്തി എന്ന ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നതുമില്ല. അതിനാൽ ജ്ഞാനികളുടെ ദർശനമറിഞ്ഞ് സത്യാന്വേഷിയായ നീ കർമ്മങ്ങൾ ചെയ്യേണ്ടതാകുന്നു.